ഏകദേശം 58 വർഷം മുൻപുണ്ടായിരുന്ന തുടങ്ങിയ കേസാണ്. ശങ്കരൻ നായർ എന്ന് പറയുന്ന ആളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നത്. 8 ദളിത് കുടുംബങ്ങൾക്കെതിരെയാണ് കേസ് ഉണ്ടായിരുന്നത്. 2.65% ഭൂമി, 6 ഏക്കർ ഭൂമി, 2.65 ഏക്കർ ഭൂമി കയ്യേറി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ ആധാരം. അതാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചാണ് ഇദ്ദേഹം ശങ്കരൻ നായർ സുപ്രീം കോടതിയിൽ എത്തിയതും അദ്ദേഹത്തിന്റെ മക്കളാണ് ഇപ്പോൾ കേസ് നടത്തുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വിധി ഈ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ശങ്കരൻ നായരുടെ ഹെയേഴ്സിന് ഇതിന്റെ ഭൂമി അനുവദിച്ച് നൽകണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആ വിധി നടപ്പിലാക്കാനാണ് ഇപ്പോൾ മുൻസിഫ് കോർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് സി ജയപാലിന്റെ നേതൃത്വത്തിൽ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട പോലീസ് ഇടപെടൽ, അല്ലെങ്കിൽ പോലീസ് അതിക്രൂരമായ ആളുകളെ മർദ്ദിച്ചു എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് 14 തവണയും LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരം എവിക്ഷൻ നടപടികളിലേക്ക് നീങ്ങിയിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പോലീസിനെ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തുകയോ അതല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം രൂക്ഷമാകുമ്പോൾ അഭിഭാഷക കമ്മീഷനും പോലീസും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇത്തരത്തിലൊരു കോടതി നടപടിക്രമങ്ങൾ നടത്തുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോലീസിന്റെ സഹായം അത് അണ്ടർസ്റ്റുഡ് ആണ്. പോലീസ് സഹായം നൽകണം അഡ്വക്കേറ്റ് കമ്മീഷന് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് നേരത്തെയും ഈ 14 തവണയും ഇത്തരം ഈ എവിക്ഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും പോലീസ് സപ്പോർട്ടുമായി എത്തിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം നടന്നത് അങ്ങനെയല്ല. അത് സർക്കാരിനെതിരെ വലിയൊരു വിമർശനത്തിന് ഉള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയാണ്. അത് നടപ്പിലാക്കിയേ മതിയാവുകയുള്ളൂ. പക്ഷേ ഈ 8 കുടുംബങ്ങൾ 7 കുടുംബങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഒരാൾ അവിടെ നിന്ന് മാറിപ്പോയതാണ്, ഭൂമി വിറ്റ് അല്ലെങ്കിൽ അദ്ദേഹം വേറെ വീട് വെച്ച് അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോയിട്ട് നിലവിൽ 7 കുടുംബങ്ങളാണ് ഈ പറയുന്ന പ്രശ്നം നേരിടുന്നത്. ഈ 7 ദളിത് കുടുംബങ്ങളെ എവിടെ പുനരധിവസിപ്പിക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട്. അതേസമയം ഇത് ഭൂമി ഈ പുറമ്പോക്കാണ്, റീസർവേ നടത്തണമെന്ന് തന്നെയാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. അതാണ് ആ റീസർവേക്ക് സർക്കാരിന് സാവകാശം വേണം. പക്ഷേ ഇന്ന് മുതൽ, അതായത് ശനിയാഴ്ചക്കകം നാളേക്കകം ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ മുൻസിഫ് കോർട്ടിന്റെ ഉത്തരവ്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് വേഗത്തിലാക്കാനുള്ള നീക്കവും കോടതിയുടെ ഭാഗത്തു നിന്നും അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്.